ഹലോ, ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മൾ ചില വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ അതായത് ഈ പേജ് ലോഡ് ആകുന്നില്ല, അതായത് പേജ് നോട്ട് ഫൗണ്ട് എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഷോപ്പിഫൈയിൽ നമ്മൾ ചില പേജുകൾ ലോഡ് ആവുമ്പോൾ 404 അതായത് പേജ് നോട്ട് ഫൗണ്ട് ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇത് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ പേജ് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അതിനായിട്ട് ഞാൻ ഷോപ്പിഫൈയുടെ തീം എഡിറ്ററിലോട്ട് വന്നു. എഡിറ്റ് തീം കൊടുക്കുവാണ്. ഇത് നമുക്ക് മുകളിൽ കാണാം ഹോം പേജ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 404 എന്ന പേജ് ഉണ്ട്. അതായത് ഈ പേജിൽ പേജ് നോട്ട് ഫൗണ്ട് ഉണ്ട്, ലിങ്ക് മേ ഇൻകറക്റ്റ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ നന്നായിരിക്കാനായിട്ട് ഞാൻ ഈ പേജ് നോട്ട് ഫൗണ്ടിന് പോരാം. ഇങ്ങനെ കൊടുക്കുവാണ്, അതായത് ഓപ്സ് പേജ് നോട്ട് ഫൗണ്ട്. സോ നമുക്ക് ഇത് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഞാനൊരു കസ്റ്റംസ് കൊടുത്തു, കുറച്ച് വലുതായിട്ട് കൊടുത്തു. സോ ഇനി മറ്റൊരു, അതായത് ലിങ്ക് മേ ഡിസ്കറക്റ്റിന് പകരം ഞാനൊരു ടൈറ്റിൽ കൊടുത്തു. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള കണക്കിന് കസ്റ്റമൈസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഇത് കാണുന്ന ഒരാൾ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. സോ ബട്ടൺസ് എപ്പോഴും ഉണ്ടാവണം. ഇപ്പോൾ എനിക്കൊരു ബ്ലോക്കിൽ വേണമെങ്കിൽ ഒരു ഇമേജ് കൊടുക്കാം. അതായത് നമുക്ക് ചില വെബ്സൈറ്റുകൾ നമ്മൾ കയറുമ്പോൾ മനസ്സിലാവും പേജ് നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ ഒരു ഫണ്ണി ഇമേജ്. സോ നമുക്ക് അങ്ങനെ ഒരെണ്ണം കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കളക്ഷൻ പേജ് ഇതിൽ ആഡ് ചെയ്യാം. അതായത് വീണ്ടും നമുക്ക് മറ്റേതെങ്കിലും വെബ്സൈറ്റിലോട്ട് അല്ലെങ്കിൽ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതായിട്ട്. സോ മൊത്തത്തിൽ നമുക്ക് ഒരു കളക്ഷൻ പേജോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് പേജോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫുൾ മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോർനോട്ട് പേജ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കണക്കിന് ആപ്റ്റായിട്ട് ഈ ഒരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്യുക. ഇത് പലരും മിസ്സാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.